തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുവെങ്കിലും ഇന്ത്യ സഖ്യം കരുത്ത് തെളിയിച്ചിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ അച്ചുതണ്ട് ശക്തി കോൺഗ്രസ് പാർട്ടിയാണ്. ഇപ്പൊ കോൺഗ്രസ് പാർട്ടി എന്ന അച്ചുതണ്ട് ദുർബലമാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ഒരിക്കലും ഉദ്ദേശിച്ച ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് വർദ്ധിത വീര്യത്തോടുകൂടി ഒരിക്കൽ എഴുതിത്തള്ളിയ കോൺഗ്രസ് പാർട്ടി കേവലം കഴിഞ്ഞ 16ാം ലോക്സഭയിൽ കേവലം 44 സീറ്റുമായി ചുരുങ്ങി പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് പോലും അർഹതയില്ലാതെ ഒരു കൊച്ചു ഷെല്ലിലേക്ക് ഒതുങ്ങിയ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ 17ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേവലം 54 സീറ്റിലേക്ക് ഒതുങ്ങിയ കോൺഗ്രസ് പാർട്ടി ഇപ്രാവശ്യം 3 ഡിജിറ്റ് തികയ്ക്കുകയാണ്. 99 സീറ്റ് നേടി 2 സ്വതന്ത്രന്മാരുടെ പിന്തുണ കൂടിയുണ്ട്. അവരും കൂടി ചേരുമ്പോൾ 101 സീറ്റ് വരെയാകാം. അവിടെ രാഹുൽ ഗാന്ധി 2 സീറ്റിൽ ജയിച്ചത് 1 സീറ്റ് വെക്കേറ്റ് ചെയ്യേണ്ടി വരും. അവിടെ വീണ്ടും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു വരാനുള്ള സാധ്യതയും കാണുന്നു. അങ്ങനെ 101 സീറ്റുമായി പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് നിയമപരമായ അർഹത നേടിയിരിക്കുന്നു. അതുമാത്രമല്ല, കോൺഗ്രസിനെ എഴുതി തള്ളിയതിന്റെ പ്രധാന കാരണം ഗാന്ധി നെഹ്റു ഫാമിലിക്ക്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി, ഇളമുറക്കാരനായ രാഹുൽ ഗാന്ധിക്ക് ഈ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയായ കോൺഗ്രസിനെ നയിക്കാനുള്ള ശേഷിയും ശേമുഷിയും ത്രാണിയുമില്ല എന്ന് വീണ്ടും 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 പല തെരഞ്ഞെടുപ്പുകളിൽ ജനം വിധി എഴുതിയതാണ്. ഇത് ആത്യന്തികമാണ് എന്ന് വിചാരിച്ച ഒരുപാട് പേരുണ്ട്. പക്ഷേ ഭാരത് ജോഡോ യാത്രയും അതിനുശേഷം രാഹുൽ ഗാന്ധി കൺസിസ്റ്റന്റായി നടത്തിയ ചില നീക്കങ്ങളും എല്ലാം തന്നെ ഭാഗികമായിട്ടെങ്കിലും ഫലം ചെയ്തു. ഭരണത്തിലെത്തിക്കാൻ കോൺഗ്രസ് പാർട്ടിയെയും തന്റെ മുന്നണിയായ ഇന്ത്യ മുന്നണിയെയും ഭരണത്തിലെത്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയ സാന്നിധ്യമായി മാറിയിരിക്കുന്നു. അവഗണിക്കാനാവാത്ത രാഷ്ട്രീയ സാന്നിധ്യമായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മോദിയോടൊപ്പമോ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ രാഹുൽ ഗാന്ധി ഒരുപക്ഷെ വിജയിച്ച മോദിയോടൊപ്പം തന്നെ തലപ്പൊക്കത്തിൽ നിൽക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത്. ശരിയാണ്, ഇന്ത്യ മുന്നണിക്ക് മാൻഡേറ്റ് ലഭിച്ചില്ല. ആ മാൻഡേറ്റ് ലഭിച്ചില്ല, അതുകൊണ്ട് മന്ത്രിസഭ രൂപീകരിക്കാൻ ഒരു ശ്രമം നടത്തിയില്ല. അത് വാസ്തവമാണ്. പലരും പറഞ്ഞു ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ ഒരു ശ്രമം നടത്തുക, അടർത്തിയെടുക്കുക. പക്ഷേ അങ്ങനെ മറ്റ് എൻഡിഎ കക്ഷികളെ അടർത്തിയെടുത്തുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മന്ത്രിസഭയെ രൂപീകരിക്കേണ്ട എന്ന ഒരു നിലപാട് കൂടി എടുത്തുകൊണ്ട് ശക്തമായ ഭരണപക്ഷവും ശക്തമായ ഓപ്പോസിഷനും എന്ന നിലയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം വരുന്നു എന്നത് വളരെ ശുഭോദർക്കമായ കാര്യമാണ്. രാഹുൽ ഗാന്ധിയിൽ നമ്മൾ ഇനി കാണുന്നത് ഒരു ശക്തനായ ഓപ്പോസിഷൻ നേതാവിനെയാണ്. പൊതുവെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഡൈനാസ്റ്റിക് പോളിറ്റിക്സ് ആണ്. കോൺഗ്രസിന്റെ വിവിധ അവാന്തര വിഭാഗങ്ങളെ അല്ലെങ്കിൽ പല ചിന്താഗതിയുള്ള ആളുകളുണ്ട്. അവരെല്ലാം ഒന്നിക്കുന്ന ഒരു പോയിന്റ് ഹൈക്കമാൻഡ് എന്നാണ്. അപ്പൊ ഹൈക്കമാൻഡായ ആൾ എന്ന് പറയുമ്പോൾ അത് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടങ്ങുന്ന ഒരു കോട്ടറിയാണ്. അത് മുഴുവൻ ഗാന്ധി നെഹ്റു ഫാമിലിയാണ്, അമ്മയും മക്കളും. ഇതിലേക്ക് ചുരുങ്ങുമ്പോൾ അവിടെ കോൺഗ്രസിന്റെ ഭാവി രാഹുൽ ഗാന്ധിയിലും പ്രിയങ്ക ഗാന്ധിയിലുമാണ്. അവിടെ തന്നെ ഇപ്പോൾ പ്രകടമായ രാഷ്ട്രീയ സഖ്യത രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് എല്ലാ കണ്ണുകളും അങ്ങോട്ട് നീങ്ങുകയാണ്. ഇനി കോൺഗ്രസിന്റെ ഒരു പ്രസക്തി കൂടി ഒന്ന് ചർച്ച ചെയ്യാം. ഇവിടെ കോൺഗ്രസ് ഹിന്ദി ഹൃദയഭൂമിയിൽ ഇപ്പോഴും മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, അതുപോലെ ഹിമാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ, അതുപോലെ കർണാടകത്തിലും BJPയെ നേരിട്ട് എതിർക്കുന്ന ഇന്ത്യ മുന്നണി കക്ഷി ഘടകകക്ഷികളല്ല, മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 140-ലധികം മണ്ഡലങ്ങളിൽ BJPയും കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ്. അവിടെ ഘടകകക്ഷികൾക്ക് യാതൊരു സാന്നിധ്യവുമില്ല. സമാജ്വാദി പാർട്ടിക്കോ മറ്റ് ചെറിയ ഘടകകക്ഷികൾക്കോ ഒരു സാന്നിധ്യവുമില്ലാത്ത ഹിന്ദി ഹൃദയഭൂമിയിലെ ഒരു നിർണായക സാന്നിധ്യമാണ് കോൺഗ്രസ്. ഇപ്പോഴും പരാജയപ്പെട്ടിരിക്കുന്നു. കേവലം സ്ട്രൈക്ക് റേറ്റ് 32% മാത്രമാണ്. BJPയും കോൺഗ്രസും നേരിട്ട് മത്സരിച്ച മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് BJPയേക്കാൾ കുറവാണ്. ഒരുപക്ഷെ ഘടകകക്ഷികളാണ് BJP ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ പ്രധാനമായി പരാജയപ്പെടുത്തിയത് നമുക്ക് കാണാം. മഹാരാഷ്ട്രയിലൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ കോൺഗ്രസിനെ എഴുതിത്തള്ളാറായിട്ടില്ല. 100 സീറ്റുകളുമായി ഓപ്പോസിഷനിലെ അതിശക്തമായ മുഖമായി വരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായി ഡെപ്യൂട്ടി സ്പീക്കർ പദം ആഗ്രഹിക്കാം, ആവശ്യപ്പെടാം. അതാണ് രാഷ്ട്രീയ കീഴ്വഴക്കവും മര്യാദയും. അതാണ് പ്രധാനപ്പെട്ട കക്ഷി അല്ലെങ്കിൽ ഭരണമുന്നണിയുടെ ഒരാളാവും, പ്രത്യേകിച്ച് BJPയുടെ ആളാകാൻ സാധ്യതയുണ്ട്. ഘടകകക്ഷികൾ ആ സ്പീക്കർ സ്ഥാനം ചോദിച്ചു, പക്ഷെ ഒരുപക്ഷെ BJP ഇത് വിട്ടുകൊടുക്കില്ലായിരിക്കാം. പക്ഷേ പ്രതിപക്ഷത്തിന്റെ ഒരു അവകാശമാണ്, പ്രിറോഗേറ്റീവാണ്, പാർലമെന്ററി മര്യാദയാണ്. നിയമമല്ല, അതൊരു പാർലമെന്ററി മര്യാദയാണ് പ്രതിപക്ഷത്തെ ഒരാളെ ഡെപ്യൂട്ടി സ്പീക്കറായി നിയോഗിക്കുക എന്നത്. അങ്ങനെ ഒരു സ്ഥാനം വന്നാലും അത് പ്രതിപക്ഷത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും കക്ഷിക്ക് കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല.
അതുകൊണ്ട് സ്വാഭാവികമായി കോൺഗ്രസിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് കണ്ട വർഷമാണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷയ്ക്ക് വകവുണ്ട്. ഒരു അച്ചുതണ്ട് ശക്തിയായി ഇന്ത്യ മുന്നണിയെ ക്രോഡീകരിക്കുന്ന, ഒരുമിച്ച് നിർത്തുന്ന ചാലകശക്തിയായി, അച്ചുതണ്ട് ശക്തിയായി മതനിരപേക്ഷ മുഖം കോൺഗ്രസിനെ ഉയർത്തിക്കാട്ടാൻ, അല്ലെങ്കിൽ മതനിരപേക്ഷ ഭാരതത്തിന്റെ ഒരു മുഖമായി മാറാൻ കോൺഗ്രസിന് തീർച്ചയായും കഴിഞ്ഞു, ഇനിയും കഴിയും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഗ്രാഫ് ഏറ്റവും താഴത്തെ നിലയിൽ നിന്നും പതിയെ ഉയർന്നു തുടങ്ങിയ ഒരു കാഴ്ചയാണ് കാണുന്നത്.